കഴിഞ്ഞ ക്ലാസ്സിലും ജനറലായിട്ട് ആർഡിനോയെ പറ്റി കുറച്ച് കൺസെപ്റ്റുകൾ പഠിച്ചായിരുന്നു. ആർഡിനോ എന്താണ്, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളേഴ്സ് എന്താണ്, അതിനകത്ത് വരുന്ന ഷീൽഡ് എന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ പിൻസ് എന്തിനാണ്, എന്ത് പർപ്പസിന് വേണ്ടിയുള്ള പിൻസുകൾ അവൈലബിൾ ആണ്, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. അതുകൂടാതെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഒരു ആർഡിനോ ഐഡി ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം, എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ വെർഷൻസ് അവൈലബിൾ ആണ് എന്നുള്ള കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയായിരുന്നു. ആർഡിനോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ്. ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ആർഡിനോ ഐഡി ഏതാണ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ആ സോഫ്റ്റ്വെയർ സെക്ഷനകത്ത് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിനും ലിനക്സിനും മാക്കോസിനും സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കമാൻഡ് വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സുഡോ apt ഇൻസ്റ്റാൾ ആർഡിനോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സ്നാപ്പ് സ്റ്റോറിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ സ്നാപ്പ് വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റെപ്പ് കോമൺലി ഇത്രയേ ഉള്ളൂ. പിന്നെ വിൻഡോസിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു exe ഫയൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇൻസ്റ്റാളേഷൻ വിൻഡോസ് ഇതിനകത്ത് വരുന്നത്. ആദ്യം ഒരു ലൈസൻസ് എഗ്രിമെൻറ്റിൻ്റെ കാര്യമായിരിക്കും, അത് അഗ്രി ചെയ്യുക. അടുത്തൊരു ഇൻസ്റ്റാളേഷൻ ഓപ്ഷൻ വരുന്നുണ്ട്, അത് ചൂസ് ചെയ്യുക. എല്ലാ യൂസറിനും യൂസ് ചെയ്യുന്ന രീതിയിലാണോ അതോ ഒരു സിംഗിൾ യൂസർ എന്ന നിലയ്ക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഓപ്ഷൻ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ ഡയറക്ടറി ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആർഡിനോ ഐഡി റൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇത്രയാണ് അതിൻ്റെ ബേസിക് പ്രൊസീജിയർ വരുന്നത്. അതിനുശേഷം ആർഡിനോ ഓപ്പൺ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ, മാക്കോഎസോ അല്ലെങ്കിൽ ലിനക്സോ ആണെങ്കിൽ, മാക്കിലൊക്കെ ആണെങ്കിൽ നോർമലി എങ്ങനെയാണോ പാക്കേജ് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടെ നിന്ന് ആ ഒരു ആർഡിനോ പാക്കേജ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോൾഡറിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടതിന് ശേഷം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ലിനക്സിലാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സിപ്പ് ഫയലായിട്ടും ആപ്പ് ഇമേജായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കമാൻഡ് ലൈൻ വഴി ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ബോർഡ് കയ്യിൽ വേണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബോർഡ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബോർഡ് ഒരു USB കേബിൾ വഴി ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ആർഡിനോ യൂണോ ബോർഡാണ്. അതൊരു ഡാറ്റ കേബിൾ വഴി, ഡാറ്റ കേബിൾ അല്ല, അത് ഓരോ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കേബിളാണ്. എങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്ന ബോർഡിൻ്റെ പോർട്ട് ബേസ് ചെയ്തിട്ട് പല ടൈപ്പ് കേബിൾസ് ഉണ്ട്. ആർഡിനോ യൂണോ ബോർഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോർമലി പ്രിൻ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ജാക്കാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു ടൈപ്പ് കേബിളാണ് നമ്മൾ ആർഡിനോ യൂണോ ബോർഡിൽ യൂസ് ചെയ്യാറ്. ആർഡിനോ നാനോ ആണെങ്കിൽ അത് വേറൊരു ടൈപ്പാണ്. ഈ ഒരു ടൈപ്പ് പ്രോബാണ് നമ്മൾ ആർഡിനോ യൂണിൽ കണക്ട് ചെയ്യുന്നത്. മറ്റ് USB ടൈപ്പ് ഡയറക്റ്റ് ആയിട്ട് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബോർഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. കാരണം ഓരോ ബോർഡിൻ്റെ ഫങ്ഷനാലിറ്റി ഡിഫറൻസ് ഉണ്ട്. ആ ഓരോ ബോർഡിൻ്റെയും ബേസിക് ആയിട്ടുള്ള കോഡും ഡിഫറൻസ് ഉണ്ട്. അതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആ ഒരു ബോർഡിനകത്തുള്ള ഓൺ ബോർഡിങ് LED അല്ലെങ്കിൽ അതിൻ്റെ TX-RX പിൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ബോർഡ് സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. നമുക്കത് കോഡ് കമ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ബോർഡ് കണക്ട് ചെയ്തതിന് ശേഷം ബോർഡ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട് ഇനാബിൾ ആവും. ഓക്കെ, അതിന് ആദ്യം ജസ്റ്റ് ഒന്ന് ബോർഡ് സെലക്ട് ചെയ്യുക. ബോർഡ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് ഏത് ബോർഡാണ് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ താഴെ പോർട്ട് സെലക്ഷൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ടാണ് ബോർഡ് കണക്ട് ചെയ്തത്, ബോർഡ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പോർട്ട് ഓപ്ഷൻ ഇനാബിൾ ആവും. ഇവിടെ COM6 എന്ന് പറയുന്ന പോർട്ടിലോട്ട് ആർഡിനോ ബാർ ജെന്യുയിൻ യൂണോ എന്ന് പറയുന്ന ബോർഡ് കണക്ട് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഇൻ കേസ് ചില ബോർഡുകൾക്ക്, ഇപ്പോൾ ആർഡിനോ നാനോ പോലുള്ള ബോർഡുകൾക്ക് അതിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ടി വരും.
അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിൽ ആ ഹാർഡ്വെയറിന് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകൾ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നോക്കണം. ഓക്കെ, പോർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് കോഡ് എഴുതാം. ഓക്കെ, അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ Arduino IDE ഓപ്പൺ ചെയ്യുക, ഫയൽ ന്യൂ എടുക്കുക. അവിടെ ഒരു വിൻഡോ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ കോഡ് എഴുതാം. അപ്പോൾ ബേസിക് ആയിട്ട് Arduino പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെയാണ്. നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ എന്താണ് ഫങ്ഷൻസ് എന്ന് അറിയാമായിരിക്കും. അഥവാ അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ തന്നെ ആ ഒരു രീതിയിലും ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. എന്താണ് ഫങ്ഷൻസ് എന്നും എത്ര ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അറിയാവുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഇത്രയും മനസ്സിലാക്കുക, ബേസിക് ആയിട്ട് ഒരു Arduino പ്രോഗ്രാമിങ്ങിൽ 2 ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ നമുക്ക് എടുത്ത് കളയാൻ പറ്റത്തില്ല. ഈ ഒരു ഫങ്ഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു ഫങ്ഷൻ്റെ പേരാണ് സെറ്റപ്പ്, വേറൊരു ഫങ്ഷൻ്റെ പേരാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും. ഈ 2 ഫങ്ഷനും 2 ഉദ്ദേശമാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയായിരിക്കും. ആ പർപ്പസിനകത്ത് തന്നെ ആ ഒരു ഡിവൈസ് ഓൺ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തവണ മാത്രം എക്സിക്യൂട്ട് ചെയ്യേണ്ട കുറച്ച് പ്രോഗ്രാം പാർട്ട് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ വോയിഡ് സെറ്റപ്പ് എന്ന ഫംഗ്ഷനകത്ത് കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഫംഗ്ഷനാലിറ്റി കാണും. അതാണ് ആ ലൂപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇതേപോലെ ഒരു സ്ട്രീറ്റ് ലൈറ്റ്, ആ സ്ട്രീറ്റ് ലൈറ്റിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും എക്സ്റ്റേണൽ ലൈറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും ആ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആക്കണോ ഓഫ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടിയാണ് ഡെവലപ്മെൻറ്റ് ബോർഡ് വെച്ചിട്ട് ഒരു മൈക്രോ കൺട്രോളർ വെച്ചിട്ട് ഒരു കോഡ് എഴുതി പ്രോഗ്രാം എഴുതുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നും കാര്യങ്ങളും ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്നൊക്കെ ആദ്യമേ കോഡിനകത്ത് എഴുതുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അത് ഒരു തവണ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പിന്ന് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ പിന്ന് ഒരു സെൻസറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സെൻസറിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തെടുക്കുന്നു, എനിക്ക് ഡാറ്റ കിട്ടുന്നു. അപ്പോൾ ആ പിന്നിൻ്റെ മോഡ് പറയുന്നത് ഒരു തവണ മതി. അത് സെറ്റപ്പ് എന്ന ഫംഗ്ഷനകത്ത് എഴുതി. പക്ഷെ ഓരോ തവണയും എനിക്ക് ആ സെൻസർ എന്നുള്ള ഡാറ്റ റീഡ് ചെയ്യണം. ഇപ്പോൾ ലൈറ്റ് സെൻസർ എന്ന് പറയുമ്പോൾ LDR എന്ന് പറയും, ലൈറ്റ് ഡിപ്പെൻഡബിൾ റെസ്റ്റ് എന്നൊരു സെൻസർ വെച്ചിട്ടായിരിക്കും ലൈറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിലെന്ന് പറയുമ്പോൾ ആ ഒരു LDRൻ്റെ ഡാറ്റ റീഡ് ചെയ്ത് എടുക്കുന്നത് ഒരു തവണ മാത്രം പോരല്ലോ. കാരണം ആ ഒരു ലൈറ്റിൻ്റെ അളവ് ചിലപ്പോൾ ഓരോ തവണ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ സമയം അനുസരിച്ച് ലൈറ്റ് എന്ത് ചെയ്യും, മാറും. ലൈറ്റ് കുറയാം, കൂടാം. രാത്രിയാകുന്ന സമയത്ത് ലൈറ്റ് ഫുള്ളായിട്ട് പോകും, കാരണം സണ്ണിൻ്റെ പ്രകാശം കിട്ടത്തില്ല. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ എത്രയാണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്നുള്ള കാര്യം. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി നടന്നൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ബേസ് ചെയ്തിട്ടാണ് ആ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്നുള്ള ഡെസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറണ്ടിൽ പുറത്തുള്ള എൻവയോൺമെൻറ്റിൽ ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് ഗെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുന്നൊരു കോഡ് കാണും. അത് ബേസ് ചെയ്തിട്ട് ഡെസിഷൻ എടുക്കുന്നൊരു കോഡുണ്ട്. ഇതെല്ലാം കണ്ടിന്യൂസ്ലി റൺ ചെയ്യണം. അത് വോയിഡ് ലൂപ്പ് എന്നുള്ള ഫംഗ്ഷനകത്തായിരിക്കും വരുന്നത്. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോർമലി C പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ മറ്റേത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്തായാലും നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കൺസോളിൽ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഡീബഗ് ചെയ്യാൻ വേണ്ടി printf പോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടുത്തെ കേസിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർഡ്വെയറിലല്ല പ്രോഗ്രാം റൺ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പിലോ നമ്മുടെ സിസ്റ്റത്തിലോ അല്ല നമ്മൾ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കാണുന്നത്. കാരണം ഇവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് വേറൊരു എക്സ്റ്റേണൽ മൈക്രോ കൺട്രോളറിന് വേണ്ടിയാണ്. ആ കോഡ് റൺ ചെയ്യുന്നതും ആ ഒരു മൈക്രോ കൺട്രോളറിനകത്താണ്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഡയറക്റ്റ് കാണാൻ വേണ്ടി LCD സ്ക്രീനോ കാര്യങ്ങളൊന്നും ആ ഒരു ബോർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലാണെങ്കിൽ ഒരു മോണിറ്റർ ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ മോണിറ്ററിലൂടെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ഒരു മൈക്രോ കൺട്രോളർ അതിനകത്ത് തന്നെയാണ് എല്ലാം റൺ ചെയ്യുന്നത്. അതിന് നമ്മൾ എക്സ്റ്റേണൽ LCDയോ കാര്യങ്ങളോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊന്നും ഔട്ട്പുട്ടൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കത് എവിടെ കാണണം, നമ്മളത് കോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡീബഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിൽ കാണണം. ഇതിനു വേണ്ടിയാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ആണ് സീരിയൽ ഡോട്ട് ബിഗിൻ എന്നൊരു ഫംഗ്ഷൻ ഇവിടെ കാണുന്നത്. പക്ഷേ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡാറ്റ ലൈൻ കാണും. ആ ഡാറ്റ ലൈനിൽ കൂടെ അറ്റ് എ ടൈം ഒരു ബിറ്റ് ഡാറ്റ ഇങ്ങനെ സീരിയലായിട്ട് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡാറ്റ റീഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അടുത്ത എൻഡിൽ എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷന് പ്രത്യേകത ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഡിവൈസിലൂടെ കാണും. ഒന്ന് നമ്മുടെ മാസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ സിസ്റ്റം, ഹോസ്റ്റ് സിസ്റ്റവും, അതുപോലെ നമ്മൾ കണക്ട് ആയിട്ടുള്ള മൈക്രോ കൺട്രോളറും, അതായത് നമ്മുടെ ക്ലയൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടുത്തെ കേസിൽ ഈ ഡാറ്റ ക്ലയൻറ്റിൽ നിന്ന്, നമ്മുടെ മൈക്രോ കൺട്രോളിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തിലോട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ഒരേ സ്പീഡിലായിരിക്കണം ഡാറ്റ സെൻഡ് ചെയ്യുന്നതും ഒരേ സ്പീഡിൽ തന്നെ ആയിരിക്കണം ഡാറ്റ റിസീവ് ചെയ്യുന്നതും. അതിനെ ബോർഡ് റേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡ് റേറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡിവൈസിൻ്റെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് സീരിയൽ ഡോട്ട് ബിഗിൻ എന്ന ഫംഗ്ഷൻ വിളിച്ചിട്ട് നോർമലി ഉള്ള ആർഡിനോ എല്ലാം റൺ ചെയ്യുന്ന ഒരു ബോർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ 9600 എന്നൊരു കോമൺ ആയിട്ടുള്ള ഒരു ബോർഡ് റേറ്റിലാണ്. ഇതിലും ഉയർന്ന ബോർഡ് റേറ്റിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അത് ഓരോ ബോർഡിലും സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ബോർഡ് റേറ്റ് സെറ്റ് ചെയ്തു. അതിനുശേഷം വോയിഡ് ലൂപ്പ് എന്ന ഫംഗ്ഷനകത്ത് ഇവിടെ സീരിയൽ ഡോട്ട് പ്രിൻ്റ് എന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് പ്രിൻ്റ് ചെയ്യുന്നു. ഇവിടെ വിടുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, ആ ഒരു മൈക്രോ കൺട്രോളറിനകത്ത് റൺ ചെയ്യുന്ന കോഡാണ്. അതിനകത്ത് പ്രിൻ്റ് ചെയ്യുന്ന ആ ഒരു ഡാറ്റ ആ ഒരു സീരിയൽ ലൈൻ വഴി നമ്മുടെ ഹോസ്റ്റ് സിസ്റ്റത്തിൽ വരും. ഒരു സീരിയൽ മോണിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് റീഡ് ചെയ്ത് കാണാൻ പറ്റും. ഇതാണ് അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡിലേ കൊടുക്കുന്നുണ്ട്. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡിനൊരു ഡിലേ എടുക്കുന്നുണ്ട്. ഇവിടെ ഡിലേ എന്ന ഫംഗ്ഷനകത്തോട്ട് 1000 പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 1000 മൈക്രോ സെക്കൻഡ് ഒരു ഡിലേ വേണം. മീൻസ് ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യുക, ഡിലേ കൊടുക്കുക. അപ്പോൾ ഓരോ സെക്കൻഡിലും ആയിരിക്കും ഈ ഒരു ലൂപ്പ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓരോ സെക്കൻഡ് ഡിലേയിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം ഡിലേ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ സീരിയലോട്ട് പ്രിൻ്റ് കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്തിട്ട് വളരെ ഫ്രീക്വൻ്റ്ലി നമുക്ക് ആ ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡിലേ കൊടുത്തേക്കുന്നത്. കോഡ് ചെയ്തതിന് ശേഷം കോഡ് കമ്പൈൽ ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ കമ്പൈലാണ്, കമ്പൈൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലുള്ള സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ മോണിറ്റർ വഴി ആ ഡാറ്റ നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടൊരു ഐഡിയ. ഇനി നമുക്ക് ഈ ഒരു കോഡ് എഴുതി തുടങ്ങാം. എങ്ങനെയാണ് ഈ ഒരു കോഡ് വോക്കി എന്ന പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വേർഡ് സെറ്റപ്പ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, വേർഡ് ലൂപ്പ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡാണ് സെറ്റപ്പ് ഫംഗ്ഷനകത്ത് എഴുതുന്നത്. കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ട കമാൻഡും കാര്യങ്ങളും കോഡും കാര്യങ്ങളൊക്കെയാണ് ലൂപ്പ് ഫംഗ്ഷനകത്ത് എഴുതുന്നത്. ഇവിടെ സെറ്റപ്പ് ഫംഗ്ഷനകത്ത് സീരിയൽ ഡോട്ട് ബിഗിൻ എന്ന ഫംഗ്ഷൻ വിളിക്കുക. അതിന് മുമ്പ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ കോഡ് ഒന്ന് സിമുലേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ആർഡിനോ നാനോ ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഓണായതിൻ്റെ LED ആണ് കത്തി നിൽക്കുന്നത്. ഇവിടെ സീരിയൽ ഡോട്ട് ബിഗിൻ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാം. രണ്ട് ബോർഡ് റേറ്റാണ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സാമ്പിൾസ് ആയിട്ട്. 9600 115200 9600 ചൂസ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ് സീരിയൽ ഡോട്ട് പ്രിൻ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, പ്രിൻ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. പ്രിൻ്റ് കോൾ ചെയ്യുകയാണെങ്കിൽ ഒരു ലൈനിൽ അത് പ്രിൻ്റ് ചെയ്ത് കാണിക്കും, അടുത്ത ലൈനിലോട്ട് പോകത്തില്ല. പ്രിൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലൈനിൽ പ്രിൻ്റ് ചെയ്ത് കാണിച്ച ശേഷം അടുത്ത ലൈനിലോട്ട് പോയി നിൽക്കും. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പ്രിൻ്റ് നോക്കാം, അപ്പോഴേ നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഞാൻ 1 എന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. സീരിയൽ ഡോട്ട് പ്രിൻ്റ്. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ
റൺ കൊടുക്കുക. ഇവിടെ സീരിയൽ മോണിറ്ററിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ ഡേറ്റ ഒരു റോയിൽ തന്നെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയാണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ലൈനിലോട്ട് ബ്രേക്ക് ആവത്തില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ TX എന്ന് പറയുന്ന ആ ഒരു LED ഓൺ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഡേറ്റ ഇതിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് മീനിങ്. ഇനി പ്രിന്റ് LN സ്റ്റേറ്റ്മെന്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. പ്രിന്റ് LN സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഇത് താഴോട്ടാണ് ഡേറ്റ പ്രിന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഓരോ തവണയും പ്രിന്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു ലൈൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ഫുള്ളായിട്ട് ഡേറ്റ കാണുന്നുണ്ടെങ്കിലും ഇവിടെ എന്ത് നടക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ഡിലേ ഇവിടെ കൊടുത്തിട്ടില്ല. ഡിലേ കൊടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് എക്സാക്ട്ലി ആ പ്രിന്റ് ചെയ്യുന്ന ഒരു ഫ്ലോ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഓരോ സെക്കൻഡ് ഡിലേ വെച്ചിട്ട് 1 താഴോട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് TX പിൻ ഓരോ തവണ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഈ Arduino Nano എന്ന് പറയുന്ന ബോർഡിൽ നിന്ന് ഓരോ സെക്കൻഡിലും 1 എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് വാല്യൂ നമ്മുടെ ഹോസ്റ്റ് മെഷീനിലോട്ട് സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സെൻഡ് ചെയ്യുന്ന ഡേറ്റ നമ്മളൊരു സീരിയൽ മോണിറ്ററിലൂടെ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന കേസിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ട് എന്നാണെങ്കിൽ ആ ബോർഡ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പോർട്ട് ഇനാബിൾ ആവും. പോർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലെ സീരിയൽ മോണിറ്റർ വഴി ഇതുപോലെ ഡേറ്റ കാണാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ബോർഡ് ചൂസ് ചെയ്യാനുള്ള ബോർഡ് റേറ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഈ ഒരു സീരിയൽ മോണിറ്റർ തന്നെ ഇവിടെ മുകളിൽ ഏത് പോർട്ടാണെന്ന് കാണിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഓട്ടോ സ്ക്രോൾ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് സൈഡിൽ ബോർഡ് റേറ്റ് ചൂസ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബോർഡ് റേറ്റ് ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് ഡേറ്റ ഡീകോഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇത്രയാണ് ബേസിക് ആയിട്ടൊരു Arduino പ്രോഗ്രാമിംഗ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ വേറെ ബോർഡുകളും Arduino Nano പോലെ തന്നെ Arduino Uno ബോർഡ് ആയാലും ESP32 ആയാലും Arduino Mega ആയാലും ഏത് ബോർഡ് വേണമെങ്കിലും ഇതേ മോഡലിൽ തന്നെ നിങ്ങൾക്ക് കോഡ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം, കോഡിന് എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം വേണം ചെയ്യാം. ഇവിടെ പറയുന്ന ഈ 1000 എന്ന് പറയുന്ന സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് 1 സെക്കൻഡ് ആണ്. ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇവിടെ ഇപ്പോൾ ഈ കോഡ് കമന്റ് ചെയ്ത് തരണം, വർക്ക് ചെയ്യണ്ട. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, കമന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 2 സ്ലാഷ് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആ കൂടെ വർക്ക് ചെയ്യുന്ന ഒരേ ഒരു കോഡെന്ന് പറയുന്നത് ഈ ഒരു കോഡ് മാത്രമേ ഉള്ളൂ. ഈ കോഡുകളൊന്നും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വോയിഡ് ലൂപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. വോയിഡ് സെറ്റപ്പ് ആണെങ്കിൽ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യമാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കേസിൽ കണ്ടിന്യൂസ്ലി നമുക്ക് എന്തെങ്കിലും കാര്യം ഇൻഫർമേഷൻ പ്രിന്റ് ചെയ്യേണ്ട, ഒരു തവണ പ്രിന്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോഡ് എവിടെ എഴുതാം, സെറ്റപ്പിനകത്ത് തന്നെ എഴുതാം. ജസ്റ്റ് ഡിവൈസ് സ്റ്റാർട്ടഡ് എന്നല്ല കൊടുത്തു. ഒരു തവണ മാത്രമേ പ്രിന്റ് ചെയ്ത് കാണിച്ചുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടൊരു ഐഡിയ. വോയിഡ് സെറ്റപ്പ് ചെയ്യുന്ന കാര്യം ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. വോയിഡ് ലൂപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇത്രയ്ക്കും മതി. അടുത്ത ദിവസം ബാക്കി ടോപ്പിക് നോക്കാം.